ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് 1 കൊരിന്ത്യർ ലേഖനം, 1 Corinthians chapter 2, 2-ാം അധ്യായം 9th verses, 9-ാം വാക്യം ഒന്ന് വായിക്കാം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. സ്തോത്രം. How the heart of man imagined what God has prepared for those who love him. ദൈവത്തിന് സ്തോത്രം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമാണ്. ഇവിടെ നമ്മൾ വായിച്ചു, വാട്ട് നോ ഐ ഹാസ് സീൻ നോർ ഇയർ ഹേർഡ് നോട്ട് ദ ഹാർട്ട് ഓഫ് മാൻ ഇമാജിൻഡ് വാട്ട് ഗോഡ് ഹാസ് പ്രിപ്പയർഡ് ഫോർ ദോസ് ഹൂ ലവ് ഹിം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചിരിക്കുന്ന വേദ ചിന്ത ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ലവ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ലവ് ഗോഡ്. നമ്മളാരാണ്? ഹു ആം ഐ? ആം എ ചൈൽഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ഇഫ് യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്, ഗോഡ് ഇസ് ടെല്ലിംഗ് ലവ് മീ. വി ഹാവ് ടു ലവ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ വിചാരിക്കും വൈ ഗോഡ് ഇസ് ടെല്ലിംഗ് ലൈക്ക് ദിസ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഗോഡ് ഈസ് ഹാവിങ് എ ഗ്രേറ്റ് കൺസേൺ അബൌട്ട് ദിസ്. നമ്മളുടെ സ്നേഹം, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ദൈവത്തിന് വളരെയധികം കൺസേൺ ഉണ്ട്. ഹി ഈസ് ലുക്കിംഗ് ഈച്ച് ആൻഡ് എവ്രി വൺ. ഹി ഈസ് എക്സാമിൻ യുവർ ഹാർട്ട്സ്. നിങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവ് പരിശോധിക്കുകയാണ്. എത്രത്തോളം നിങ്ങൾ ഓരോരുത്തരും ദൈവത്തെ സ്നേഹിക്കുന്നെന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. വൈ ദാറ്റ് കൺസേൺ ഇസ് കമ്മിങ്? നമുക്കറിയാം, ഇഫ് യു ഗോ ത്രൂ ദ വേൾഡിൽ എല്ലാവർക്കും ഉള്ള കംപ്ലൈൻറ്റ് എന്താണ്? വൈഫ്മാരോട് ചോദിച്ചാൽ പറയും, ഹസ്ബൻഡിന് ഇപ്പോൾ പഴയ പോലെ സ്നേഹമില്ല. ഹസ്ബൻഡിനോട് ചോദിച്ചാൽ പറയും, വൈഫിന് പഴയ പോലെ സ്നേഹമില്ല. ഇഫ് യു ആസ്ക് യുവർ പേരൻസ്, ദേ വിൽ സേ, മൈ ചിൽഡ്രൻ, ദേ ആർ നോട്ട് ലവിങ് മീ. എവ്രിവെയർ വി ക്യാൻ ഹിയർ എ കംപ്ലൈൻറ്റ് അബൌട്ട് ലവ്. സ്നേഹിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി എല്ലാ ഇടങ്ങളിലും ഉണ്ട്. കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ പറയും, മൈ പേരൻസ് ആർ നോട്ട് ലവിങ് മീ. വി ഹാവ് 3-4 children. My father is loving the elder one. Many complaints are there. സ്നേഹിക്കുന്നില്ല എന്നുള്ളൊരു പരാതി എല്ലാ ഇടങ്ങളിലുമുണ്ട്. Why? We are having a great concern to know that I have to be loved by everyone. എല്ലാവരും എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവരും ദൈവത്തെ സ്നേഹിക്കണമെന്ന് ദൈവവും ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. 1 Corinthians 13:13 ഇങ്ങനെ പറയുന്നു. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം 13-ാം വാക്യം. ദൈവത്തിന് സ്തോത്രം. So now faith, hope and love abide. These three, but the greatest of this is love. ദൈവത്തിന് സ്തോത്രം. Faith, we have faith in Christ, we have hope in Christ, and we have love in Christ. ഫെയ്ത്ത് റെഡ്യൂസ് ചെയ്താലും ഹോപ്പ് അല്പം റെഡ്യൂസ് ചെയ്താലും ദൈവത്തിൻ്റെ കൺസേൺ ലവ് അല്പം പോലും റെഡ്യൂസ് ആകരുതെന്നുള്ളതാണ്. ബിക്കോസ് ഹോപ്പ് ആൻഡ് ഫെയ്ത്ത് ഈസ് കണക്റ്റഡ് വിത്ത് ലവ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. വിശ്വാസം കുറഞ്ഞാൽ വിശ്വാസം വർദ്ധിപ്പിക്കും ദൈവം. പ്രത്യാശ കുറഞ്ഞാൽ പ്രത്യാശ ദൈവം വർദ്ധിപ്പിച്ചു തരും. പക്ഷെ ഇത് വർദ്ധിക്കണമെങ്കിൽ ആ സ്നേഹം നമ്മിൽ നിലനിൽക്കണം. If your level of faith is getting reduced, your hope is getting reduced, God is telling you, abide in love, I am able to refill you with faith and hope. അതുകൊണ്ട് സ്നേഹം കുറഞ്ഞൊരു കാര്യം ദൈവത്തിന് ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല. God cannot tolerate, I want to use that name, God cannot tolerate when he see that the level of love is reducing in you. ദൈവത്തിന് സ്തോത്രം. Why he cannot tolerate? John 14:15 says that if you love me, you will obey my commandments. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ അനുസരിക്കും. ദൈവത്തിന് സ്തോത്രം. He cannot tolerate
when the level of love is reducing in your life, the moment the love is getting reduced, your obedience will reduce. You will run away from the word of God. You will run away from God's commandments. That is the failure. ദൈവത്തിന് സ്തോത്രം. Hallelujah. If love is lost, everything is lost. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. So why God is great concern, why he cannot tolerate, he is saying the moment you lose the love of God, that is the moment you lose everything in your life. ദൈവത്തിന് സ്തോത്രം. So every day God is telling us to examine yourself how much you love God. എത്രത്തോളം ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് നിങ്ങൾ പരിശോധിക്കണം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. നിങ്ങൾ എത്രത്തോളം സഭയെ സ്നേഹിക്കുന്നതോ, നിങ്ങൾ എത്രത്തോളം പാസ്റ്ററെ സ്നേഹിക്കുന്നതോ, നിങ്ങൾ എത്രത്തോളം സഹവിശ്വാസികളെ സ്നേഹിക്കുന്നതോ, ഇതൊക്കെ ആവശ്യമാണെങ്കിലും the first priority you have to examine yourself how much you love your heavenly Father. നിങ്ങളുടെ സ്വർഗീയ പിതാവിനെ എത്രത്തോളം സ്നേഹിക്കുന്നുവെന്ന് നിങ്ങൾ പരിശോധിക്കണം. See, when I going through the life of Christ, he was a son of God. Hallelujah. He was doing miracles. He was doing great things in the world. And I was going through the word of God. വചനത്തോടെ കടന്നു പോകുമ്പോൾ ഒരിടത്ത് പോലും Jesus is not asking the disciples or the people, why you are not considering me as a prophet? Why you are not considering me as a king? Why you are not considering me as A, B, C, D? എന്നെ രാജാവായോ പ്രവാചകനായോ ഒരു ശ്രേഷ്ഠനായോ മറ്റെന്തെങ്കിലുമായി നിങ്ങളെന്നെ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്നൊരു ചോദ്യം ക്രിസ്തു ചോദിച്ചിട്ടില്ല. He never asked a question like this. Why you are not considering me as dash? ഇത് രാജാവായി പ്രവാചകനായി ശ്രേഷ്ഠനായി മഹാനായി ആമേൻ നല്ലവനായി എന്നെ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്ന് ക്രിസ്തു ഒരിക്കലും ചോദിച്ചിട്ടില്ല. പക്ഷെ ഒരു ചോദ്യം ക്രിസ്തു ചോദിച്ചു. He asked one question. ആരോട് ചോദിച്ചത്? He asked Peter. എന്താ ചോദിച്ചത്? ഇവയിലധികമായി നീ എന്നെ. John chapter 21:15. Peter, do you love me more than everything? യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ When they had finished breakfast, Jesus said to Simon Peter, Simon son of John, do you love me more than these? Do you love me more than this? Question വളരെ ക്ലിയർ ആണ്. I shall be your first priority of love. നിന്റെ സ്നേഹത്തിലെ ഒന്നാം സ്ഥാനം ദൈവത്തിനായിരിക്കണോ ആണോ എന്നാണ് ആര് ചോദിച്ചത്? യേശു ചോദിച്ചത്. Do you love me more than these? ഈ ലോകത്തിലുള്ള സകലരെക്കാളും ലോകത്തിലുള്ള സകലതിനേക്കാളും അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? When you keep the priority of love, what is the position of Christ? സ്നേഹത്തിന്റെ ലിസ്റ്റ് നീ തയ്യാറാക്കുമ്പോൾ ഈ ക്രിസ്തുവിന്റെ സ്ഥാനം എവിടെയാണെന്ന് ഞാൻ പരിശോധിക്കണം. My mind is of making money. Your first priority is in the world. If you love your children more than Christ, your first priority is your children. If you love anything in the world more than Christ, your first priority is not Christ. ഒന്നാം സ്ഥാനം ക്രിസ്തുവിനല്ല. ദൈവത്തിന് മഹത്വം. അങ്ങനെ ഒന്നാം സ്ഥാനത്ത് വെച്ച് എന്നെ സ്നേഹിക്കുന്നവർക്ക് ഞാൻ ഒരുക്കിയതാണ് നമ്മൾ വായിച്ചത്. If you keep the love of Christ as a first priority, you will be blessed. You will be blessed according to the will of God. ദൈവഹിതപ്രകാരമുള്ളൊരു അനുഗ്രഹം നമ്മൾ പ്രാപിക്കുവാൻ ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. So what is the meaning of first priority? ഒന്നാം സ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന് സ്തോത്രം. മാർക്ക് 12:30 പറയുന്നു, മർക്കോസ് 12:30 പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ
പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം. മാർക്ക് 12:30. And you shall love the Lord your God with all your heart, with all your heart, and with all your soul, all your soul, and with all your mind, all your mind, and with all your with strength. all your strength. ദൈവത്തിന് സ്തോത്രം. First priority means love in perfection. Love in perfection. With full of your heart. With full of your soul. With full of your mind. And full with your strength. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ചിന്തിച്ചു, ഫുൾ സ്ട്രെങ്ത് എന്ന് പറഞ്ഞ് ഈ മസിലെ കാണിച്ചുള്ളതാണ്. ഇതെങ്ങനെയാണ്? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദാറ്റ്? പൂർണ്ണ ശക്തിയോടെ, വിത്ത് ഫുൾ ഹാർട്ട്, ഫുൾ സ്ട്രെങ്ത്, ഫുൾ മൈൻഡ്, ഫുൾ സോൾ. ഇതെങ്ങനെ സ്നേഹിക്കാൻ പറ്റും? ഹൗ ഐ ക്യാൻ നോ ദാറ്റ് ഐ എം ലവിങ് യു വിത്ത് ഫുൾ ഹാർട്ട്? ഹൗ ഐ ക്യാൻ നോ ദാറ്റ് ഐ എം ലവിങ് യു വിത്ത് ഫുൾ സോൾ, ഫുൾ മൈൻഡ് ആൻഡ് വിത്ത് ഫുൾ സ്ട്രെങ്ത്? ഇതിൽ കുറഞ്ഞൊരു സ്നേഹം പിതാവ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഡബിൾ മൈൻഡ് എന്ന് പറഞ്ഞ് ഓർക്കണം, ഡബിൾ മൈൻഡ് എന്ന് പറഞ്ഞാൽ 50-50 അല്ല. Remember, in spiritual life, in relation with God, double mind means it's not 50-50. Double mind means 99.99 you love God, and 0.01 if you don't love God, you are a double-minded person. ദൈവത്തിന് സ്തോത്രം. തെറ്റിദ്ധരിക്കരുത്. ഹല്ലേലൂയ. 99.99% നീ സ്നേഹിക്കുകയും 0.1% സ്നേഹം മറ്റൊരു ഭാഗത്തേക്ക് ഒഴുകുന്നെങ്കിൽ ഇരു മനസ്സുള്ളവനായി നീ മാറിക്കഴിഞ്ഞു. സ്തോത്രം. Hallelujah. Maybe we are called as Pentecost. Maybe we are called as God's people. പല പേരുകൾ നമ്മൾ അറിയപ്പെടുക, പക്ഷേ നമ്മുടെ സ്നേഹം ഇന്നും ഡബിൾ മൈൻഡഡ് ആണ്. ദൈവത്തിന് സ്തോത്രം. We are a double-minded person. We are not holding a perfect love in Christ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ക്രിസ്തുവുള്ള ആ പൂർണ്ണ സ്നേഹത്തിലേക്ക് എത്തപ്പെടുവാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. So I started praying to God, Lord, what's the meaning of full heart, full mind, full soul and full strength? Teach me what is the meaning of that. അപ്പോഴാണ് ദൈവം ഒരു വചനത്തിലേക്ക് എന്നെ കൊണ്ടുപോയി. ദൈവത്തിന് സ്തോത്രം. Psalms 42 അതിൻ്റെ 1 and 2 ഒന്ന് വായിക്കാം. സങ്കീർത്തനം 42 1-2 വാക്യങ്ങൾ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. As a deer pants for a flowing stream, so pants my soul for you, O God. My soul thirsts for God, for the living God. When shall I come and appear before God? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. This is a well-known verse. We have preached before. But this was a new experience for me. God started speaking to me. What is the meaning of perfect love? With full heart, full mind, full soul, with full strength. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ എങ്ങനെ ഞാൻ ദൈവത്തെ സ്നേഹിക്കും? അതെങ്ങനെ എനിക്ക് പരിശോധിക്കുവാൻ കഴിയും? ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ ഫസ്റ്റ് വേഴ്സ് ഇങ്ങനെ പറയുന്നു, നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, ഈ ഒരു ഡിയർ അത് എപ്പോഴാണ് നീർത്തോടിലേക്ക് പോകുന്നത്? When the deer is looking for a flowing stream, അതിന് ഒരു കംഫർട്ട് കിട്ടാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ദാഹിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഡിയറിനറിയാം, ദിസ് ഡിയർ നോസ് ദാറ്റ് ദിസ് ഈസ് എ പ്ലേസ് ഫോർ മീ എവറി ടൈം വേർ ഐ ഫൈൻഡ് കംഫർട്ട്. എനിക്കെപ്പോഴും എവിടെല്ലാം ഓടി നടന്നാലും ചാടി നടന്നാലും ഒടുവിൽ എനിക്ക് വീണ്ടും ഒരു ബലം വേണമെങ്കിൽ, ഇഫ് ഐ വാണ്ട് ടു റീഗെയിൻ മൈ എനർജി, ഇഫ് ഐ വാണ്ട് ടു റീഫ്രഷ് മൈ ലൈഫ്,
I have a place, and without anybody informing me, I will come through a flowing stream. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം ഉണ്ടെങ്കിലും ഒടുവിൽ ബലം പ്രാപിക്കുവാൻ, ശക്തി നേടുവാൻ, കൃപ പകരപ്പെടുവാൻ എനിക്കൊരിടമുണ്ടെന്ന്, അത് ഒരേ ഒരു ഇടമാണെന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ നീ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുകയാണ്. സ്തോത്രം. Like a deer how is going to the flowing streams, it's a message for me saying that deer is considering that is my comfort place, a place of deliverance, a place of healing, the place of regaining my health, to refreshing my life. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. If you believe I have a heavenly Father who is available every time to regain my grace, to regain my spiritual life, to refresh my spiritual life, and for a deliverance for all the problems, for the healing of my sickness, I have a place. I believe that means you are loving your Father with full heart. ദൈവത്തിന് സ്തോത്രം. ഇതറിയാത്തവർ പറയും, കൂടെ മറിയോടുകൂടെ ഒന്ന് പ്രാർത്ഥിച്ചു, കൂടെ വിശുദ്ധന്മാരോടൊന്ന് പ്രാർത്ഥിച്ചു. Pray for to Mary, pray to other so-called saints, pray to other people, because they don't have a confidence in God. This is my comfort place, a place of salvation, a place of deliverance. പക്ഷെ നമ്മളുടെ പ്രത്യേകത, നമുക്ക് ആമേൻ രക്ഷയുടെ ഉറവിടമായ ക്രിസ്തു ഉണ്ടെന്നുള്ളൊരു ധൈര്യം, ഉറപ്പുള്ളവരായതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. And if in your mind you believe you are trying to depend on any man in the world, എന്നെ സഹായിക്കുവാൻ, രക്ഷിക്കുവാൻ, എന്നെ വിടുവിക്കുവാൻ ഭൂമിയിൽ ഒരു മനുഷ്യനുണ്ടെന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ നീ പൂർണ്ണ ഹൃദയത്തോടല്ല ദൈവത്തെ സ്നേഹിക്കുന്നത്. ജീസസ് പറഞ്ഞെന്താ പറഞ്ഞത്? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെല്ലാം all come to me. This door is always open for you. ഈ വാതിൽ തുറന്നു വെച്ചിരിക്കുക. The moment you feel, come to me. Praise the Lord. Come to me. നിനക്ക് എപ്പോൾ തോന്നുമ്പോഴും എൻ്റെ സന്നിധിയിൽ നിനക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം. This is the place of comfort. This is a place of deliverance. This is a place of healing. Hallelujah. എപ്പോഴെല്ലാം നിനക്ക് ആവശ്യമുള്ളപ്പോൾ നീ എപ്പോഴും ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നെങ്കിൽ നീ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുക. ദൈവത്തിന് സ്തോത്രം. Psalms 27 ഇങ്ങനെ Psalms 27, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. Psalms 27 ഇല്ലേ? അങ്ങനല്ലേ? Hallelujah. Some trust in chariots and some in horses, but we trust in the name of Lord our God. Hallelujah. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നുണ്ട്. But I am a person who love my God with full heart, full soul. I trust in the name of our God. ഞാൻ ദൈവത്തിൽ മാത്രം എന്ത് ചെയ്യുന്നു? ആശ്രയിക്കുന്നു. Psalms 44:3 ഒന്ന് വായിച്ചേ. സങ്കീർത്തനം 44:3. സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത്, നിന്റെ വലങ്കയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശവും കൊണ്ടത്രേ നിനക്ക് അവരോട് പ്രീതി ഉണ്ടായിരുന്നുവല്ലോ. ഹല്ലേലൂയ. For not by their own sword did they win the land, nor did their own arm save them, but your right hand and your arm and your light and the light of your face. It's a declaration of a child of God. ഇതുവരെ നേടിയതൊന്നും
വാളും കൊണ്ടും ശക്തി കൊണ്ടുമല്ല, ഇനി നേടാനിരിക്കുന്നതും വാളും കൊണ്ടും ശക്തിയും കൊണ്ടുമല്ല, നിന്റെ നാമം കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. What I received till now is not because of my strength, not because of my knowledge, not because of my power. I am proclaiming the declaration of the testimony. What I received till today is because of your glory, and what I am going to receive tomorrow is because of your glory. ഇത് പറയുവാൻ നിനക്ക് ഹൃദയത്തിൽ സാക്ഷ്യം പൊങ്ങുന്നെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുക. Praise the Lord. Not because of me, not because of my power, not because of my knowledge, not because of my wisdom. Lord, because the glory you are revealed in my life, I am blessed. And I am going to be more blessed because of the same name, my heavenly Father. പ്രാപിച്ചതും പ്രാപിക്കാനിരിക്കുന്നതും പിതാവേ നിന്റെ മഹത്വമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാ മാൻ നീർത്തോടിലേക്ക് പോകുന്ന പോലെ വീണ്ടും ഞാൻ ഇവിടെ ചെല്ലുന്നത്, ഈ പിതാവിന്റെ സന്നിധിയിലേക്ക് ഓടി ചെല്ലുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ സാംസ് 27:4 വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, സങ്കീർത്തനം 27:4 ഇങ്ങനെ കാണുന്നു. ആ ആ ആ ആ Praise the Lord. One thing have I asked See, of the Lord, 2 things അല്ല, എന്താ പറഞ്ഞിരിക്കുന്നത്? One thing I have asked. that I will seek after, that I may dwell in the house of the Lord all the days of my life, to gaze upon the beauty of the Lord and to inquire in his temple. Only one thing I am asking. That is my wish. I am praying to you for only one thing. Provide the grace. Provide the grace till the end of my life to depend only on you, Lord. To proclaim to the world, there is only one God who is helping me. Hallelujah. അവസാന നിമിഷം വരെയും ഈ ദൈവത്തിൽ ആശ്രയിക്കാനുള്ള കൃപ, അത് മാത്രമാണ് എൻ്റെ ആഗ്രഹം, അത് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. Because I love you, God. I love you, God. Hallelujah. അതുകൊണ്ട് അപ്പോസ്തലപ്രവൃത്തികൾ Acts 4:12 പറയുന്നു, മറ്റൊരുത്തനിലും, Acts 4:12 പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. Hallelujah. And there is salvation in no one else. No one else. There is no salvation in no one else. For there is no other name under heaven given under heaven is provided to me. No one else can provide the salvation. No other name is provided. If you ask me any moment of my life, I will proclaim the only one name of my Father, saying that I have a comforter. I have a God who deliver me. I have a God who heal me. I have a God who is always with me throughout my life. സ്തോത്രം. എവിടെല്ലാം ഓടിയാലും എവിടെല്ലാം ചാടിയാലും വീണ്ടും ഓടുവാനും ചാടുവാനും ഈ മാൻ നീർത്തോടിലേക്ക് വരികയാണ്. സ്തോത്രം. Praise God. Hallelujah. Hallelujah. Do you have a trust only in God? You always depend only on God. And you pray to God, pray, God, provide the grace to depend only on you. Do you do that? You love with full heart. ഒരിക്കലും സിറ്റുവേഷൻസ് നമ്മൾ മാറുകയില്ല. We will not change our attitude. We will not depend on any man. We will not depend on any other name. We will not trust any other person. Every moment, even I am a failure, even I am distracted, even I am going backsliding, I believe only one name, that is the name of my heavenly Father. Hallelujah. മനുഷ്യർ പരിഹസിക്കട്ടെ, നിന്ദിക്കട്ടെ, അപ്പോഴും പറയണം, എൻ്റെ യഹോവ എൻ്റെ ആശ്രയം, അവനാകുന്നു ആ പാറ. He is the rock, a strong foundation for me. Hallelujah. Amen. Do you love God with full heart? If you love,
you will be always trusting, you will be depending, you will always come to the heavenly presence, and you will proclaim to the world, I am today because of God, I am tomorrow because of God. Hallelujah. ഇന്നലെ വരെ ആയിരുന്നതും ഇന്നായിരിക്കുന്നതും നാളെ ആകുവാൻ പോകുന്നതും ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. Praise the Lord. Hallelujah. So if you love God, this is your testimony with your full heart. Hallelujah. And 42:2 ഒന്ന് വായിച്ചിനി. എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. മതി, അത്രയും മതി. 42 Psalms 42:2 2 ഒന്ന് വായിച്ച്. ഇംഗ്ലീഷ്. My soul thirsts for God, for the living God. If you love God with your full heart, you will always have a spiritual thirst. Spiritual thirst. എപ്പോഴാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത്? When we are drinking water? When we have a real thirst. When we are not drinking water, first thing, maybe you are a small baby. കൊച്ചു കുഞ്ഞാണ് എന്ത് ചെയ്യത്തില്ല, തന്നെ എടുത്ത് കുടിക്കത്തില്ല. അല്ലെങ്കിൽ എന്തായിരിക്കും? ദാഹമൊന്നുമില്ല. മനസ്സിലാക്കിയ ദൈവത്തെ സ്തുതിക്കുക. എന്തുകൊണ്ടൊരു ആത്മീയ ദാഹമില്ല എന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ നീ ആത്മീയത്തിൽ ഇന്ന് വരെ വളർന്നിട്ടില്ല. Still you are a small baby in spiritual life. Maybe you are leading a Pentecost life for maybe 20 years. Still you are a baby, you don't have a spiritual thirst. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി, അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ചർച്ച വരുന്നു, കൈയടിക്കുന്നു, ആരാധിക്കുന്നു, ദശാംശം കൊടുക്കുന്നു, വലിയ ദാഹമൊന്നുമില്ല ഇങ്ങനെ. If you have a thirst, praise the Lord. Hallelujah. See, one more thing I will tell you regarding this war. Missile vanu, nobody was afraid. Praise the Lord. Airport hit, nobody was afraid. Oil hit, nobody was afraid. The moment we heard a news, endana water desalination plant will be hit soon. എന്ത് പറ്റി? എല്ലാ കടകളിലും വെള്ളമില്ല. ഇപ്പൊ നമ്മൾ വീടുകളിൽ പോയി റെയ്ഡ് ചെയ്താൽ എല്ലാ വീടുകളിലും എന്തിരിപ്പുണ്ട്? ടൺ കണക്കിന് പോട്ടിൽ വെള്ളം ഇരിക്കുക. Praise the Lord. Water is an essential. If you don't have a thirst, you will never drink. Why? You are a spiritual baby. Or you don't feel a thirst in your spiritual life. ഇവിടെ പറയുന്നു, എൻ്റെ ഹൃദയം എന്ത് ചെയ്യുന്നു? എൻ്റെ ദൈവത്തിനായി ദാഹിക്കുന്നു. ആമോസ് 8:11 പറയുന്നു, ഒരു സമയം വരാൻ പോകുന്നു. എന്താണ്? അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല. ആമോസ് 8:11. Behold, the days are coming, declares the Lord God, when I will send a famine on the land, not a famine of bread, but a thirst for water, but of hearing the words of the Lord. Praise the Lord. A moment is going to come in your life. It's a thirst for the word of God. വചനത്തിനായുള്ള ഒരു ദാഹം നിന്റെ അകത്ത് ഇന്ന് രാത്രി, ഇന്ന് പകലുണ്ടോ? Do you have a thirst for a word of God? If you have a thirst of word of God, you are, amen, എന്താണ്? Loving God with pure heart. ഇവിടെ അടി ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നില്ല? വചനം വായിക്കുന്നില്ല. വഴക്ക് പറഞ്ഞിട്ടും വചനം വായിക്കാൻ തയ്യാറല്ല. Everybody needs blessing. I am telling you, all the blessings only through the word of God. No pastors can give you the blessings. No men in the world can give you the blessings. The blessing means with the day you live with your heavenly Father. നിത്യതയാണ് ഏറ്റവും വലിയ അനുഗ്രഹം. Only word of God can give that. വചനത്തിന് വേണ്ടിയുള്ള ദാഹമുണ്ട് ഇതിനകത്ത്.
Lord, I want to read the word of God. I want to know the truth of the word of God. I want to know you more experience about you, Lord. I want to know more about you. അങ്ങനൊരു ദാഹം നമ്മുടെ അകത്തുണ്ടോ? ഇല്ല. Because everything we are doing as a law. എന്താണ്? പഴയ നിയമത്തിൽ എങ്ങനെയായിരുന്നു? ഓൾഡ് ടെസ്റ്റ്മെന്റ് പാപം ചെയ്ത് എന്ത് കൊണ്ടുവരണം? ആടിനെ കൊണ്ടുവരിക, കാളെ കൊണ്ടുവരിക. Everything we are doing as a law. In New Testament church, there is no law in the church. Jesus converted not only wine into water into wine, he converted law into love. New Testament church belongs to love. ദൈവത്തിന് സ്തോത്രം. നീ വചനം വായിക്കുന്നത് സ്നേഹത്തോടുകൂടെ, ക്രിസ്തുവിനായി ജീവിക്കുന്നത് സ്നേഹത്തോടുകൂടെ. Praise the Lord. See, everywhere Christ is a role model. എന്ത് പഠിച്ചാലും ക്രിസ്തുവിനെ പഠിക്കണം. You have to study Christ. You have to study how much thirst he is having in his relation with Heavenly Father. ദൈവത്തിന് ജോൺ ചാപ്റ്റർ 19:28 എന്ന് വായിച്ചേ. യോഹന്നാൻ 19:28. അതിന്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നുവെന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. Jesus is saying, I have thirst. എനിക്ക് ദാഹിക്കുന്നു. ആരാ ഇത്? വചനം ജഡമായും പറയുക, എനിക്ക് ദാഹിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ വിചാരിക്കും അത് യേശുവിന്റെ ജഡത്തിലെ തേസ്റ്റ് ആണെന്ന്. നോ, it's a message to you. It's a message to you. In the midst of the biggest problem, he is telling, Lord, still I am holding that thirst, that love towards you. പ്രശ്നങ്ങളുടെ നടുവിലും ആ സ്നേഹം അധികമാണെന്ന് എന്ത് ചെയ്തു? ക്രിസ്തു വിളിച്ചു പറഞ്ഞു. Still I am holding that thirst. അപ്പൊ 30 ഒന്ന് വായിച്ചേ. യേശു പുളിച്ച വീഞ്ഞു കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. വായിച്ചു. And when Jesus had received the sour wine, he said, "It is finished." And he bowed his head and gave up his spirit. And gave up his spirit. ആത്മാവിനെ എന്ത് ചെയ്തു? ഏൽപ്പിച്ചു കൊടുത്തു. ആറയില് to whom he gave? പിതാവിന്റെ കയ്യിലോ? ആണോ? അങ്ങനെ ഉണ്ടോ? അതിലുണ്ടോ? ലൂക്ക് 23:46 ഒന്ന് വായിച്ച്. നമ്മൾ പറയുമ്പോൾ വചനം ഉണ്ടായിരിക്കണമല്ലോ. ലൂക്ക് 23:46. പിതാവേ, എന്റെ ആത്മാവിനെ നിന്റെ തൃക്കൈയിൽ എന്ത് ചെയ്യുന്നു? ഇതൊന്ന് കണക്ട് ചെയ്തോണേ. Jesus is having thirst. When he is having thirst, he is saying that because of thirst, I finished everything, the will of God. And because of thirst, he was able to provide his soul to whom? To Heavenly Father. ദാഹമുള്ളവന് ഈ ഭൂമിയിൽ ദൈവത്തിന് ഇഷ്ടം ചെയ്ത് തീർക്കുവാനും പിതാവിൻ്റെ കരങ്ങളിൽ നിന്നെ ഏൽപ്പിക്കുവാനും കഴിയും. ദൈവത്തിന് സ്തോത്രം. പക്ഷെ നമുക്ക് എന്തില്ല? ദാഹമില്ല. Every 6 days we are having a big thirst. എന്തിനു വേണ്ടിയാ? ജോലിക്ക് പോവാൻ ഭയങ്കര ദാഹമാ. And these coming days you are very much happy. Why? Salary വരും. ഇത് വരുന്നോണ്ട് we having a very big thirst. പക്ഷെ ഫ്രൈഡേ ആകുമ്പോൾ ആ ദാഹമില്ല. സ്തോത്രം. ദൈവം അറിയാതെ പറഞ്ഞു പോയി, 7th day is the rest day. പക്ഷെ കൂടത്തിലും പറഞ്ഞു, that day is for me. പക്ഷെ നമ്മൾ ആദ്യത്തെ മെസ്സേജ് കേട്ടുള്ളൂ. എന്താണ്? 7th day is a rest day. Praise the Lord. But if you study the word of God, every day God has provided to live for him. Hallelujah. എല്ലാ ദിവസവും ക്രിസ്തുവിനായി ജീവിക്കണം. ആ ദാഹമുണ്ടെങ്കിൽ അലാറം is not required.
ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. നമ്മുടെ ഓൾഡ് ടൈം എക്സാം ടൈമിൽ നമ്മൾ അലാറം ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും? അലാറം അടിക്കും. എഗെയിൻ വാട്ട് വിൽ ഡു? സ്റ്റോപ്പ് ഇറ്റ് ആൻഡ് സ്ലീപ്പ്. The day exam is finished and the summer vacation starts, no need of alarm. ശരിയാണോ? When the time comes, we will have with full energy. ശരിയാണോ? എൻ്റെ കാര്യം ശരിയാ, നിങ്ങളുടെ എനിക്ക് അറിയത്തില്ല. Praise the Lord. Hallelujah. Next 2 months will be with full energy. No sleep. But again June will come. Again the same alarm will ring. Parents will shout. ദൈവത്തിന് സ്തോത്രം. ദാഹമില്ല. Because we are not having a thirst for study. We are having a thirst to play with my friends. ദൈവത്തിന് എന്ന പോലെ we don't have a thirst for our loving Father. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പലരും ചിന്തിക്കും, ദൈവമേ ആരാധന കാണുമോ? എടാ 6 ദിവസം ഡ്യൂട്ടിക്ക് മിസൈൽ ഇതിലെ കൂടെ, ഡ്രോൺ ഇതിലെ കൂടെ പോകും, ഒരു പ്രശ്നമില്ല. 7-ാം ദിവസത്തെ ഡ്രോണിനും ഇതിനും മിസൈലിനും മാത്രമാണ് പ്രോബ്ലം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വൈ ആർ അഫ്രൈഡ്? പേടിക്കണ്ട. Our God is always with us. Do you have that thirst? Amen. Do you have that thirst? ആ ദാഹമുണ്ടോ? യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു, അതുകൊണ്ട് ഞാനത് പൂർത്തീകരിച്ചു, അതുകൊണ്ട് എൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടക്കി കൊണ്ടുപോയി. ദാഹം നിനക്കുണ്ടോ? നിത്യതയിൽ നീ എത്തിയിരിക്കും. സ്തോത്രം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അതൊന്ന് വായിച്ച് മാത്യു 5. ഏതായിരുന്നു? 5:3. Blessed are the poor in spirit, for theirs is the kingdom of heaven. ഒന്നൂടെ വായിച്ച്, ഉറക്കെ വായിച്ചേ. Hallelujah. Blessed are the poor in spirit. Blessed are the who is saying that I have a thirst. എൻ്റെ ആത്മാവിൽ ഇനി എനിക്ക് പ്രാപിപ്പാനുണ്ട്, ഇനിയും എനിക്ക് വളരുവാനുണ്ട് എന്നൊരു ദാഹമുള്ളവൻ. അവൻ എന്തുണ്ടെന്നാ പറഞ്ഞത്? For theirs is the kingdom of heaven. അവർക്ക് ഒരു കാര്യം ഉറപ്പിക്കുന്നു, ക്രിസ്തു സ്വർഗത്തിലെത്തിയതുപോലെ നിനക്കും സ്വർഗത്തിലെത്തണമെങ്കിൽ നിനക്കിന്ന് പകലൊരു ദാഹമുണ്ടായിരിക്കണം. Praise the Lord. A thirst. റെവലേഷൻസിൽ പറയുന്നു, ശീതവാനുമല്ല. You are not cold, you are not hot. സ്തോത്രം. ഞാൻ വൈഫോട് പറയുന്നുണ്ട്, ഹോട്ട് വാട്ടർ ഉപയോഗിക്കുമ്പോൾ നല്ല ചൂടുവെള്ളം തരണം. ഇത് ചൂടുണ്ടോ തണുപ്പുണ്ടോ? തണുത്ത വെള്ളമാണ്, നല്ല തണുത്ത വെള്ളം കുടിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇത് നല്ല ചൂടെടുത്തിട്ട് നീട്ടി ചൂടിലാണ്. ഇപ്പോൾ ഞാൻ പറയാം, ചൂട് ചോദിക്കും, ചൂട് വേണം. Either be hot or be cold, that is acceptable, but you are lukewarm. അമ്മ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ലെങ്കിൽ not acceptable. Having a thirst. Lord, no, this is not my spiritual destiny. This is not my spiritual level. I want to grow in Christ. I want to know more in Christ. I want to be with you, God. That's the thirst you have, which will make you to enter the kingdom of God. ആ ദാഹം നിന്നെ നിത്യതയിലെത്തിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇനി 42 ഒന്നുകൂടെ ഒന്ന് വായിച്ച്. Psalms 42:2. When shall I come and appear before God? സ്തോത്രം. When shall I come and appear before God? ദൈവമേ, എപ്പോൾ നിന്റെ സന്നിധി ഞാൻ എത്തും എന്ന് പറഞ്ഞാൽ, a real spiritual man believe
Today is my last day in my spiritual life. Today is my last day. This minute is the last minute. So നമ്മളത് വാട്ട് വി ആർ സേയിങ്, ജനുവരി 1-ാം തീയതി മുതൽ നമുക്ക് എന്ത് ചെയ്യാം? ബൈബിൾ വായിക്കാൻ തുടങ്ങാം. I will start reading from January 1st. അല്ലെങ്കിൽ ഇപ്പം ഇന്ന് എത്ര 27. Let me start reading Bible from April 1st. ദൈവത്തിന് സ്തോത്രം. We will not act today. We are waiting for tomorrow. അപ്പം Acts chapter 22:14 തൊട്ട് വായിച്ചേ. പൗലോസിനോട് Acts 22:14-16. അപ്പോൾ അവൻ എന്നോട്, God is speaking to Saul. നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തന്റെ ഇഷ്ടം അറിവാനും നീതിമാനായവനെ കാണുവാനും അവന്റെ വായിൽ നിന്ന് വചനം കേൾപ്പാനും നിയമിച്ചിരിക്കുന്നു. You are appointed for a God's purpose. അടുത്ത വാക്യം. നീ കാണുകയും കേൾക്കുകയും ചെയ്തതിന് സകല മനുഷ്യർക്കും നീ അവന്റെ സാക്ഷിയായി തീരും. So you have to testify the glory of God revealed in your life. ഇത് അങ്ങോട്ട് റിവീൽ ചെയ്തു സൗലിനോട്. അടുത്ത വാക്യം എന്താണ്? ഇനി താമസിക്കുന്നത് എന്ത്? Why are you waiting? എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് പാപങ്ങളെ കഴുകിക്കളയുക. Why are you waiting? ഇത് ശൗലിനോടുള്ള ചോദ്യമല്ല, എന്നോട് നിന്നോടുള്ള ചോദ്യമാ. Why are you waiting for tomorrow? I don't know tomorrow I will be here. Tomorrow will be there, but I don't know I will be here. ഞാൻ ഉണ്ടോന്ന് അറിയില്ല. നമ്മുടെ ലോട്ടറിക്കാരെ എടുത്തില്ല. ലോട്ടറിക്കാർ എങ്ങനെയാണ്? നാളെയാണ്. നാളെ. Tomorrow will never come. Tomorrow will never come. You have a past and you have a present. Today is the day. You have to utilize your time. Ephesians 5:16 says, ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചോളാം. ദൈവത്തിന് സ്തോത്രം. Every second you received, every day you received is a gift of God. Use your time properly. സ്തോത്രം. നാളെയല്ല, ഇന്ന്. എത്ര പേർക്ക് ഉറപ്പുണ്ട് അടുത്ത വെള്ളിയാഴ്ച ഞാൻ ആരാധനയ്ക്കുണ്ടെന്ന്? How many you can say next Friday I will be available? ഇപ്പം നമ്മുടെ ഡിസിഷനൊക്കെ മാറി. ബിഫോർ പറഞ്ഞെങ്ങനെയാണ്? ആഫ്റ്റർ January 1st I will do, അല്ലെങ്കിൽ month 1st I will do. ഇപ്പം നമ്മുടെ ഡിസിഷൻ എന്താണ്? ആഫ്റ്റർ ദ വാർ കംപ്ലീറ്റ് I will do. യുദ്ധം ഒന്ന് അവസാനിക്കട്ടെ, ഞാൻ എന്ത് ചെയ്യാൻ പോവാ? സ്തോത്രം. ഈ യുദ്ധം അവസാനിക്കും, ആത്മീയുദ്ധം അവസാനിക്കുകയില്ല. സ്തോത്രം. The spiritual war will never stop. Praise God. Hallelujah. അത് നടന്നുകൊണ്ടേയിരിക്കുക. ദൈവത്തിന് സ്തോത്രം. Hallelujah. Especially now ഈ മെസ്സേജ് എഫക്റ്റീവ്. എന്താണ്? Everyone is having a fear. I don't know tomorrow I will be available. When I am going for sleep, I am not sure that tomorrow I will be available. ഇന്നാണ് ആ ദിവസം. സ്തോത്രം. നമ്മൾ when you hear a message, if the pastor asks you how many of you take a decision, നമ്മൾ എന്ത് ചെയ്യും? Everyone will lift. Today I will lift, and today I will keep it down. ഇന്ന് ഞാൻ കൈ ഉയർത്തും, ഇന്ന് തന്നെ ഞാൻ കൈ താഴ്ത്തും. ഇവിടെ പറയുന്നു, എൻ്റെ മനസ്സ്, അപ്പാ എത്രയും വേഗം എനിക്ക് നിന്റെ അവിടെ എത്താൻ എപ്പോൾ കഴിയും? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പം നമ്മൾ ഇത് എന്തുവാണ്? ഇസ്രായേലിൽ ഷെൽട്ടറുണ്ട്, ഇവിടെ എന്തില്ല? ഒരു ഷെൽട്ടർ ഉണ്ടാക്കിയിട്ടില്ല. സ്തോത്രം. 90 സങ്കീർത്തനത്തിൽ പറയുന്നു, അത്യുന്നതൻ്റെ മറവിൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ ഇതാ ഷെൽട്ടർ നിനക്ക്. സ്തോത്രം. ഹല്ലേലൂയ. This is the shelter for you. No harm will reach you.
ഒരു ബാധ നിൻ്റെ കൂടാരത്തിൽ അടുക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. അതാണ് നമ്മുടെ കോൺഫിഡൻസ്. പക്ഷേ നമുക്ക് മരിക്കാൻ പേടിയാണ്. വി ഹാവ് എ ഫിയർ ഓഫ് ഡെത്ത്. മരിച്ചു പോവോ? ഒരു മിസൈലൊന്നും വേണ്ടെന്നേ, അങ്ങോട്ട് നടന്നു കഴിഞ്ഞു. ഒരു മിസൈലും വേണ്ട. ജോജിബറിനറിയാം ആ വണ്ടി എങ്ങനെയായിരുന്നു. If you ask Jojibar, he knows how that vehicle was after the accident. സ്ക്രാപ്പ് ആക്കിയ ഒരു വെഹിക്കിളിൽ നിന്ന് ഇപ്പോൾ ഓർക്കുന്ന വചനം, ശദ്രക്കും മേശക്കും അബേദ്നേഗോവും പുറത്തു വന്നപ്പോൾ തീയുടെ മണമോ ഒന്നും ഏൽക്കാതെ പുറത്തു വന്ന വചനം പോലെ ദൈവം എന്നെ പുറത്തു കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം. There's a purpose behind it. Hallelujah. ഒന്നും വേണമെന്നില്ല. Today is my last day. Hallelujah. ദൈവത്തിന് സ്തോത്രം. Hallelujah. Luke chapter 23, 40-43 എന്ന് വായിച്ചേ. ലൂക്കോസ് 23, 42-43. പിന്നെ അവൻ യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. ദൈവത്തിന് two criminals were there while crucifying Christ. One of the criminals is saying that. Read in English. And he said, Jesus, remember me when you come into your kingdom. See, that is the time that criminal realized the truth. This is the moment. This is the moment I have to act. ഇതാണ് എൻ്റെ രക്ഷയ്ക്കുള്ള അവസാന നിമിഷം. Today is my last day. I have to act. ഞാനും നീയോ ആയിരുന്നെങ്കിൽ എന്ത് പറഞ്ഞേനെ? ഓ, ഇനിയിപ്പോൾ ഇത്രയായി, നാളെ ആട്ടെ. നാളെ ആകുമ്പോൾ നീ ആരായി? നീ പടവായി. സ്തോത്രം. ഇന്നാണ് നിന്റെ സമയം. അവന് മറുപടി എന്താ അറിയാമോ? അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ ഇന്ന് തന്നെ നിനക്ക് വിടുതൽ കിട്ടിയിരിക്കുക. See, if you are not deciding to go for Christ today, a power is fighting with you to take a decision today. Remember, today is the day God decides something for you. You are denying the decision of God. ഇന്ന് നിന്റെ തീരുമാനം തുടരുവാൻ നീ തീരുമാനിക്കാതിരിക്കുമ്പോൾ ഓർക്കണം, ദൈവത്തിന്റെ തീരുമാനത്തെ നീ തള്ളിക്കളയുക. സ്തോത്രം. ഹല്ലേലൂയ. ഡോണ്ട് വെയിറ്റ് ഫോർ ടുമോറോ. അങ്ങനെയാണോ ജീവിക്കുന്നത്? അല്ലെങ്കിൽ യു ആർ നോട്ട് ലവിങ് ഗോഡ് പ്രോപ്പർലി. യു ആർ നോട്ട് ലവിങ് യുവർ ഗോഡ് പ്രോപ്പർലി. You don't have spiritual thirst. You are not loving God properly. And if you are not having always a remembrance, I have a God always for me, you are not loving God properly with your full heart. ദൈവത്തിന് സ്തോത്രം. ഇന്ന് എൻ്റെ അവസാന ദിവസമാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ചെയ്യാനുള്ളത് ചെയ്ത് എനിക്ക് തീർക്കണം. I want to fulfill my God's purpose. യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ആത്മാവിനെ എല്ലാം നിവൃത്തിയായെന്ന് പറയുവാൻ കൃപ നൽകി. ആത്മാവിനെ ദൈവം ഏൽപ്പിക്കുവാൻ കൃപ നൽകി. എന്താ അറിയാമോ? ആ ദാഹമാണ്. The thirst of Christ. ഹല്ലേലൂയ. നമുക്കും ആ ദാഹം ഉണ്ടാകണം. ആത്മാക്കളെക്കുറിച്ചൊരു ദാഹം, സുവിശേഷത്തെക്കുറിച്ചൊരു ദാഹം, വചനത്തെക്കുറിച്ചൊരു ദാഹം, നമ്മുടെ അകത്തൊരു ദാഹം ഉണ്ടാകണം. Have a thirst about souls, about thirst of gospel, a thirst of to having a close relation with the word of God. ഇതിനായുള്ള ദാഹം നമ്മുടെ ലൈഫിലുണ്ടാകണം. എന്നെ സ്നേഹിക്കുന്നവർക്ക് ഞാൻ ഒരുക്കിയിട്ടുള്ളത്. ആരാണ് എന്നെ സ്നേഹിക്കുന്നവർ? ദൈവത്തിൽ നിന്നും ആശ്രയിക്കുന്നവർ. ആരാണ് ദൈവത്തെ 100% സ്നേഹിക്കുന്നവർ? ആമേൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ ആമേൻ ഹല്ലേലൂയ ദാഹത്തോടെ അന്വേഷിക്കുന്നവർ. ആരാണ് ദൈവത്തെ വാസ്തവമായി സ്നേഹിക്കുന്നവർ? കർത്താവേ, ഇന്ന് അങ്ങനെ ഏൽപ്പിച്ച കാര്യങ്ങൾ, ഇന്ന് അങ്ങയുടെ ഇഷ്ടം ചെയ്യുന്നവനായി എന്നെ മാറ്റണമെന്നുള്ള, ഇന്ന് അത് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ. നാളെയല്ല. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അവർക്ക് ഒരുക്കിയിട്ടുള്ളത്, വാട്ട് ഗോഡ് ഹാസ് പ്രിപ്പയർഡ് ഈസ് ബിയോണ്ട് യുവർ ഇമാജിനേഷൻ, ബിയോണ്ട് യുവർ തോട്ട്സ്. ആമേൻ. ഹല്ലേലൂയ. ലവ് യുവർ ഗോഡ് വിത്ത് ഫുൾ ഹാർട്ട്, full soul, full mind, and with full strength. Hallelujah. Always remember there is a God waiting for you.
Remember always to have a thirst in your spiritual life. Remember, hallelujah, this is your last day to fulfill God's will. എഴുന്നേൽക്കാൻ പ്രാർത്ഥനയ്ക്കാണ്.